എന്തായാലും പെർഫോമൻസ് നമുക്ക് പെർഫോമൻസ് കാണാം. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ പറയാൻ എനിക്കൊരു അവസരം തരണ്ടേ? ഓ അങ്ങനെ. ഓക്കെ ഐ എം സോറി. ശരി, പറഞ്ഞോളൂ. ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇറ്റ്സ് ഇംപോസിബിൾ. സി, എനിക്കറിയാം ഗാഥയ്ക്ക് എന്നെ ഇഷ്ടമാണ്. അത് ഞാൻ നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. സി, ഓടിപ്പോയാൽ നിങ്ങൾ ഇനി ഓഫീസിൽ വരും, ബസ് സ്റ്റാൻഡിൽ വരും, അത്രയല്ലേ ചെയ്യുള്ളൂ. അത്രയൊന്നുമല്ല, ഞാൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. വാട്ട് വിൽ യു ഡു? കേൾക്കണോ? കേൾക്കണം. വേണം. എന്നാ കേട്ടോ. എടീ ഗാഥ, ഐ ലവ് യു. കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചോടിയിൽ വിരിയും അലരിനാളികൾ മധുനുകരും. എങ്ങനെ രവീന്ദ്രൻ ചേട്ടാ, എന്തായിരുന്നു സുമതിയമ്മ? കലക്കിയോട്ടല്ലേ പ്രചോദനം? അല്ല ഷാജോണേ, ചേട്ടാ സൈലന്റ് ആയിട്ട് നിന്നപ്പോഴേ നമ്മൾ ഓർത്തത് ഇങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആളെ എങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ ലാലേട്ടനാ കളിച്ച് ഞെട്ടിച്ച് കളഞ്ഞില്ലേ? ഒളിച്ചടുക്കി കളഞ്ഞു. ലാലേട്ടന്റെ ആരാധകനാണോ? തീർച്ചയായിട്ടും ലാലേട്ടനെ. സുമതിയമ്മ, ആരെയാണ് ഇഷ്ടം, മമ്മൂക്കേനാണോ ലാലേട്ടനാണോ? രണ്ടുപേരെ ഇഷ്ടം. രണ്ടുപേരും ഇഷ്ടം. അടിപൊളി. ഒരാള് ഞാൻ വിചാരിച്ച സൈഡിലോട്ട് മാറി നിൽക്കാന്ന്. അവിടെ നിന്നിട്ട് കുറെ എക്സ്പ്രഷൻ ഉണ്ട്. നിങ്ങൾ വല്ലതും കണ്ടോ? ഐ ലവ് യു പറഞ്ഞപ്പോ ചാടി വന്നു. മക്കളെ, കരി വന്ന് ഇടയ്ക്ക് ഒരു ഞോണ്ടിച്ചുണ്ട്. അത് കാണുമ്പോ വേണ്ട ഞാൻ അറിയാതെ ഞോണ്ടണ്ട. ഞോണ്ടുമ്പോ രണ്ടുപേരും കൂടെ ഞോണ്ടാക്കാം. അല്ല, ഇതെന്നെ അറിയോ ഷാജോണേ, ഇത് മനസ്സിൽ കിടക്കുന്നത് മറ്റൊന്നുമല്ല, ഹരികൃഷ്ണൻസ് ആണ് മനസ്സിൽ കിടക്കുന്നത്. അതെ, എന്നാ നമുക്ക് അടുത്ത പെർഫോമൻസിലോട്ട് പോയല്ലോ. വിസ്മയം തുമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലെ സീനാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നും നോക്കണ്ട, ഗംഭീരമായിരുന്നു കഴിഞ്ഞ രണ്ടെണ്ണവും. അടുത്ത കൂടെ അങ്ങും പൊളിച്ചോ, പാട്ടാണെന്നറിയാം, തകർത്തടിക്കോ. സുമതിയമ്മേ, പൊളിച്ചടിക്കോ. സുമതിയമ്മയ്ക്ക് ഒരു നാണവും ഒരു പൊളിച്ചടിക്കോ കേട്ടോ. എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ, കണ്ടില്ലെന്നാലും കാണാമറയത്തവൾ. എത്ര വിളിച്ചിട്ടും മറുവിൽ കേട്ടില്ലെന്നാലും കാതോരത്തവളില്ലേ. കാണാമോ ഒരു മായാജാല പെൺകുടിയായി അറിയാതെ ആത്മാവിൽ കാണാമോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.